ഈ 4 ദിവസം LDFന്റെ സഖാക്കന്മാര് പറഞ്ഞു അതിന് നിങ്ങൾ ഏത് തരത്തിലും ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെ സ്റ്റാറ്റസ് ഇടുകയാണ്. UDF ആണ് ഇത് മുടക്കിയത്. ഇതാ പെരുന്നാൾ വന്നു, UDFന്റെ ഭരണത്തിൽ പെൻഷനില്ല എന്നൊരു സാഹചര്യം കേരളത്തിൽ വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഇത്തരം രീതികളൊക്കെ ഇത് കേരളമാണ്, പ്രബുദ്ധ കേരളമാണ്. കേരളത്തെ ഓരോ ജനങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ബോധവാന്മാരാണ്. ഇത്തരം നാറിയ ഏർപ്പാടുകളൊക്കെ കേരളം തിരിച്ചറിയുന്നുണ്ട്. ഇനിയെങ്കിലും ജനാധിപത്യപരമായി ഇടതുപക്ഷം തകരണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ഇടതുപക്ഷം തകർന്നു കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞങ്ങളാരും. പക്ഷെ ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നതെങ്കിൽ കേരളത്തിൽ ഈ പാർട്ടി ഉപ്പുവെച്ച കലം പോലെയാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 25-ാം തീയതി പെൻഷൻ പൈസ വന്നവർ 25-ാം തീയതി ഒന്ന്, 26-ാം തീയതി, 27-ാം തീയതി, 28, 29-ാം തീയതി ഇന്നാണ് ഇവർ ആ പൈസ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അത് രാവിലെ വന്നുള്ള പ്രതിഷേധം അറിയിച്ചതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ ഈ പൈസ ഇന്ന് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ 4 ദിവസം ഈ പൈസ ബാങ്കിൽ ഇട്ടുകൊണ്ട് പൈസ വരികയും ചെയ്തു. ഇതിന് നടക്കുന്ന ഏജന്റുമാർ പറയാണ്, UDF ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയണം. അപ്പൊ ഈ പൈസ ബാങ്കിൽ വരും ചെയ്യാം. 4 ദിവസം ബാങ്കുകാർ ഈ പൈസ എടുത്ത് തിരിമറി നടത്തുക. ഇതിന്റെ ഏജന്റുമാര് UDFനെ കുറ്റവും പറഞ്ഞ് നടക്കണം. ഈ പ്രവണത മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളിവിടെ വന്നിട്ട് സെക്രട്ടറിയെ അറിയിച്ചത്.